ഹായ് എവരി വൺ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഷേക്സ്പീരിയൻ സോണറ്റ്സിനെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളത്തെ സെറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് 2 to 3 ക്വസ്റ്റ്യൻസ് ഒരു എക്സാമിന് തന്നെ 2-3 ക്വസ്റ്റ്യൻസ് ഷേക്സ്പിയറിൽ നിന്ന് തന്നെയുണ്ട്. അതുപോലെ തന്നെ വില്യം ഷേക്സ്പിയർ ആസ് എ പേഴ്സൺ 6 to 7 ടൈംസ് എങ്കിലും നമുക്ക് ഓപ്ഷനിൽ കാണാൻ പറ്റുന്ന ഒരു പേരാണ്. അതുപോലെ തന്നെ നമ്മൾ ഷേക്സ്പിയറിൻ്റെ പ്ലേസും അപ്പാർട്ട് ഫ്രം ഓൾ ദാറ്റ് ഷേക്സ്പിയറിൻ്റെ സോണറ്റ്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മളൊരു 5 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ അതിലൊരു 4 ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഷേക്സ്പിയറിയൻ സോണറ്റ്സിനെ കുറിച്ച് കാണാനായിട്ട് പറ്റും. സോ നമ്മൾ സെറ്റിൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പം ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഷേക്സ്പിയറിയൻ സോണറ്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ സിലബസിൽ യൂണിറ്റ് 1 മൊഡ്യൂൾ 9 നമുക്ക് വില്യം ഷേക്സ്പിയറിനെ കാണാനായിട്ട് പറ്റുന്നത്. സോ വില്യം ഷേക്സ്പിയറിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജിൻ്റെ കോൺട്രിബ്യൂഷൻസ്, ക്വാർട്ടോ, ഫോളിയോ ഇതെല്ലാമാണ് ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്ക്ലൂസീവ്ലി ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത് ഷേക്സ്പിയറിയൻ സോണറ്റ്സിനെ കുറിച്ചാണ്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഷേക്സ്പിയറിയൻ സോണറ്റ്സിൽ നിന്ന് വരുന്നത്. എങ്കിലും വി ഹാവ് ടു നോ സർട്ടൺ ഫാക്ട്സ് ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ഷേക്സ്പിയറിയൻ സോണറ്റ്സ്. അതായത് നമ്മൾ ഷേക്സ്പിയറിയൻ സോണറ്റ്സിനെ കുറിച്ച് കുറച്ച് ഫാക്റ്റുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ആൻഡ് ഈ ഒരു ഫാക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് നോർമലി നമുക്ക് സെറ്റിൻ്റെ എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഓക്കെ, സോ അപ്പം ഷേക്സ്പിയറിയൻ സോണറ്റ്സിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് എക്സാമ്പിളായിട്ട് സെറ്റിൻ്റെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് 2003 ജനുവരിയിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Which of the following statements regarding Shakespeare's sonnets is or are not true? അതായത് ഇവിടെ നമുക്ക് 3 സ്റ്റേറ്റ്മെൻറ്റുകളാണ് തന്നിട്ടുള്ളത്. ഈ സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഷേക്സ്പിയറിൻ്റെതായിട്ട് അല്ലെങ്കിൽ ഷേക്സ്പിയറിൻ്റെ സോണറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പാർട്ട് ഫ്രം ദിസ് ഫാക്ച്വൽ ഇൻഫോർമേഷൻ നമ്മൾ ഈ ക്വസ്റ്റ്യൻ കുറച്ചും കൂടി നമ്മൾ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണം. കാരണം ഇവിടെ ചോദിച്ചേക്കുന്നത് ഈസ് ഓർ ആർ നോട്ട് ട്രൂ എന്നുള്ളതാണ്. അതായത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്നാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. So Shakespeare's 154 sonnets were first published together in a quarto in 1609. Shakespeare's sonnets from number 1 to 27 are generally called as procreation sonnets. The rhyme scheme of a Shakespearean sonnet is AB, AB, CD, CD, EF, EF, GG. ഓക്കെ, ഇതിൽ നിന്നാണ് നമ്മൾ ഓപ്ഷൻസ്. അപ്പം നമുക്ക് ഷേക്സ്പിയറിൻ്റെ സോണറ്റ്സുകളെ കുറിച്ച് കുറച്ച് പഠിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലോട്ട് തിരിച്ചു വരാം. സോ അബൌട്ട് ഷേക്സ്പിയറിയൻ സോണറ്റ്സ്, ഷേക്സ്പിയറിയൻ സോണറ്റിനെ തന്നെയാണ് നമ്മൾ ഇംഗ്ലീഷ് സോണറ്റ്സ് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം ഇത് ഷേക്സ്പിയറിയൻ സോണറ്റ്സിനെ കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ ആണ്. കാരണം ഷേക്സ്പിയറിയൻ സോണറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും സിൻസ് ഷേക്സ്പിയർ ഈസ് റിഗാർഡഡ് ടു ബി വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂട്ടർ വെൻ ഇറ്റ് കംസ് ടു ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, ഷേക്സ്പിയറിൻ്റെ സോണറ്റ്സിനെയാണ് നമ്മൾ ഇംഗ്ലീഷ് സോണറ്റ്സ് ആയിട്ട് വരുന്നത്. അപ്പം ഇംഗ്ലീഷ് സോണറ്റ്സുകളെ കുറിച്ച് ചോദിച്ചാലും ഷേക്സ്പിയറിയൻ സോണറ്റ്സുകളെ കുറിച്ച് ചോദിച്ചാലും ഇത് രണ്ടും സൂചിപ്പിക്കുന്നത് ഒരു കാര്യം തന്നെയാണ്. സോ അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഷേക്സ്പിയറിയൻ സോണറ്റിൻ്റെ സ്ട്രക്ചറാണ്. ഓക്കെ, അപ്പം നമ്മളിവിടെ ഓർത്തിരിക്കേണ്ട, കാരണം നമ്മൾ സോണറ്റ്സുകളെ കുറിച്ച് പറയുമ്പം ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോണറ്റ്സ്. പെട്രാക്കിൻ്റെ സോണറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ സ്പെൻസറിയൻ സോണറ്റ്സ് ഉണ്ട്. അങ്ങനെ പല സോണറ്റ്സുകളും നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ ഷേക്സ്പിയറിൻ്റെ സോണറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഓർത്തിരിക്കണം. 14 ലൈൻസ് ആണ്. ഓക്കെ, 3 ക്വാർട്ടറൈൻസ് പ്ലസ് എ കപ്ലെറ്റ്, അങ്ങനെ 14 ലൈൻസ് ആയിട്ടാണ് ഷേക്സ്പിയറിയൻ സോണറ്റ്സ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. സോ 3 ക്വാർട്ടറൈൻസ് ആണ്, 4 ലൈൻ സ്റ്റാൻസാസും ഒരു ഫൈനൽ കപ്ലെറ്റ് ദാറ്റ് ഈസ് 2 ലൈൻ സ്റ്റാൻസാസും. ഇതിൽ ഈ 4 ലൈൻ സ്റ്റാൻസയുടെ റൈമിംഗ് സ്കീം നമുക്ക് സെറ്റിൻ്റെ എക്സാമിന് സ്ഥിരമായിട്ട്, സെറ്റും നെറ്റും എല്ലാം നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന എന്താണ് AB അല്ലെങ്കിൽ റൈം സ്കീം, ഈ പറയുന്ന സോണറ്റ്സുകളുടെ റൈം സ്കീം ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത്. സോ ഷേക്സ്പിയറിയൻ സോണറ്റ്സ് ഓർ ഇംഗ്ലീഷ് സോണറ്റ്സ് അതിൻ്റെ റൈം സ്കീം എന്ന് പറയുമ്പം ക്വാർട്ടറൈനിൽ നമുക്ക് കാണാൻ പറ്റുന്നത് AB, ഫസ്റ്റ് ക്വാർട്ടറൈൻ AB, സെക്കൻഡ് ക്വാർട്ടറൈൻ CD,
തേർഡ് ക്വാർട്ടറൈൻ EF, and finally coupletന്റെ rhyming scheme ആണ് GG. So together AB, CD, EF, GG. So അപ്പം നമ്മൾ ഈ ഒരു ഐഡിയ നമുക്ക് കാണാതെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഈ പറയുന്ന ഷേക്സ്പിയറിയൻ സോണറ്റിന്റെ റൈം സ്കീം എന്ന് പറയുന്നത്. സോ AB, CD, EF, GG. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇംഗ്ലീഷ് സോണറ്റ് ചോദിച്ചാലും ഷേക്സ്പിയറിയൻ സോണറ്റ് ചോദിച്ചു കഴിഞ്ഞാലും ഈ റൈം സ്കീമാണ് ഫോളോ ചെയ്യുന്നത്. ഇനി ഇതിന്റെ മീറ്റർ, അപ്പൊ നമ്മൾ പറഞ്ഞു 14 ലൈൻ സ്റ്റാൻസാസ് ആണ്, 3 ക്വാർട്ടറൈൻസ് ആണ്, പ്ലസ് എ കപ്ലെറ്റ്, 3 ക്വാർട്ടറൈൻസ്. അതിന്റെ റൈം സ്കീം എന്ന് പറയുമ്പോൾ AB, CD, EF, GG. പിന്നെ അതിന്റെ മീറ്റർ എന്ന് പറയുന്നത് ഇയാംബിക് പെന്റാമീറ്റർ ആണ്. ഇയാംബിക് പെന്റാമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു ലൈനിൽ ടിപ്പിക്കലി 10 സിലബിൾസ് ആണ്, വിത്ത് സ്ട്രെസ് ഓൺ എവറി സെക്കൻഡ് സിലബിൾ. അതിനെയാണ് നമ്മൾ ഇയാംബിക് പെന്റാമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു മീറ്ററിലാണ് നോർമലി ഷേക്സ്പിയറിയൻ സോണറ്റ്സ് ഫോളോ ചെയ്യുന്നത്. ഇയാംബിക് pentameter, that is each line typically has 10 syllables with a stress on every second syllable. ഇതാണ് ഷേക്സ്പിയറിയൻ സോണറ്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. Now coming to a basic background details of Shakespearean sonnet. Shakespearean sonnet എന്ന് പറയുന്നത് പെട്രാർക്ക്, ഇറ്റലിയിൽ നിന്ന് റിനൈസൻസിന്റെ സമയത്ത് പെട്രാർക്കിന്റെ സോണറ്റ്സിന്റെ ഇൻഫ്ലുവൻസിലാണ് ഇംഗ്ലീഷിലോട്ട് സോണറ്റ്സ് വരുന്നത്. സോ 14th സെഞ്ചുറി ഇറ്റലിയിൽ പെട്രാർക്ക് ആയിരുന്നു ഈ പറയുന്ന സോണറ്റ്സ് കൊണ്ടുവരുന്നത്. സോ ദ ഫാദർ ഓഫ് സോണറ്റ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പെട്രാർക്ക്. ആൻഡ് അതിനുശേഷം ഈ റിനൈസൻസ് ഇറ്റലിയിൽ 14th സെഞ്ചുറിയിൽ തുടങ്ങുന്ന റിനൈസൻസ് ഇംഗ്ലണ്ടിൽ എത്തുന്നത് ലേറ്റ് 15th അല്ലെങ്കിൽ ഒരു 16th സെഞ്ചുറി കൊണ്ടാണ്. സോ അപ്പോൾ 16th സെഞ്ചുറിയിൽ ഇറ്റ് വാസ് തോമസ് യാറ്റും ഹെൻറി ഹോവാർഡ് who are regarded to be the fathers of English sonnets. അപ്പം തോമസ് യാറ്റും ഹെൻറി ഹോവാർഡും ആണ് ഇറ്റലിയിൽ നിന്ന് ഈ പറയുന്ന സോണറ്റ്, ആ ഒരു സോണറ്റ് ഫോമാറ്റ് ഇംഗ്ലീഷിലോട്ട് കൊണ്ടുവരുന്നത്. സോ അപ്പൊ ഇവിടെ തോമസ് യാറ്റിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അദ്ദേഹമാണ് പെട്രാർക്കിന്റെ സോണറ്റ് ഇംഗ്ലീഷിലോട്ട് കൊണ്ടുവരുന്നത്. പക്ഷെ അതിന് ഷേക്സ്പിയർ യൂസ് ചെയ്യുന്ന റൈമിംഗ് മീറ്ററും ഡിവിഷനും, അതായത് ക്വാർട്ടറൈൻസിലോട്ടുള്ള അതിന്റെ ഡിവിഷൻ കൊണ്ടുവരുന്നത് ഹെൻറി ഹോവാർഡ് ആണ്. ഓക്കെ, സോ അപ്പൊ അതിന്റെ ഫോം കൊണ്ടുവരുന്നത് തോമസ് യാറ്റും അതിന്റെ ആ ഒരു മീറ്റർ ആൻഡ് ഡിവിഷൻ കൊണ്ടുവരുന്നത് ഹെൻറി ഹോവാർഡും ആണ്. സോ ടുഗെദർ ദേ ആർ നോൺ ആസ് ദി ഫാദർ ഓഫ് ഇംഗ്ലീഷ് സോണറ്റ്സ്. സോ അപ്പൊ അവരുടെ ആ ഒരു ഇൻഫ്ലുവൻസിലാണ് സോണറ്റ്സ് ഇംഗ്ലീഷിൽ വരുന്നത്. ആ കണ്ടിന്യൂവേഷൻ തന്നെയാണ് ഷേക്സ്പിയർ എടുക്കുന്നത്. ആൻഡ് സിൻസ് ഷേക്സ്പിയർ വാസ് മോർ പ്രൊമിനന്റ് ആൻഡ് മോർ റെക്കഗ്നൈസ്ഡ് ഓർ മോർ സിഗ്നിഫിക്കൻറ്റ് വെൻ ഇറ്റ് കംസ് ടു ലിറ്ററേച്ചർ, അദ്ദേഹത്തിന്റെ പേരിലാണ് പിന്നീട് ഈ ഒരു സോണറ്റ്സ് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത്. പിന്നെ ഇതിൽ കുറച്ച് എക്സെപ്ഷൻസ് ഒക്കെ വരുത്തിയിട്ട് ഷേക്സ്പിയറിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റൈലിൽ ഈ സോണറ്റ്സിനെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ഷേക്സ്പിയറിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റൈൽ എന്ന് പറയുമ്പം അദ്ദേഹം യൂസ് ചെയ്യുന്ന കണ്ടന്റ് ഡിഫറെന്റ് ആയിരുന്നു. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ തോമസ് യാറ്റിന്റെ ആണെങ്കിലും പെട്രാർക്കിന്റെ ആണെങ്കിലും ഹെൻറി ഹോവാർഡിന്റെ ആണെങ്കിലും ഇവരുടെ സോണറ്റ്സ് നമ്മൾ എടുക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഗോഡ് ലൈക്ക് ഫെമിനൈൻ അല്ലെങ്കിൽ ഒരു ഫീമെയിൽ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരു ഫീമെയിൽ പേഴ്സൺ ഹു ഈസ് ആട്രിബ്യൂട്ടഡ് വിത്ത് ഓൾ ദീസ് ഗോഡ് ലൈക്ക് ഓർ ഏഞ്ചലിക് ഫീച്ചേഴ്സ്, അതിനോടുള്ള ഒരു വേർഷിപ്പ്, ആ ഒരു കണ്ടന്റ് ആണ് നമുക്ക് നോർമലി പെട്രാർക്കിന്റെയും തോമസ് യാറ്റിന്റെയും ഹെൻറി ഹോവാർഡിന്റെയും എല്ലാം സോണറ്റ്സിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് സിഡ്നിയുടെ ആണെങ്കിലും ഡാന്റെയുടെ ആണെങ്കിലും എല്ലാം ഈ ഒരു രീതിയിലുള്ള ഫീമെയിൽ വേർഷിപ്പിംഗ് ആണ് നമുക്ക് ബേസിക്കലി സോണറ്റ്സിൽ കാണാനായിട്ട് പറ്റുന്നത്. പക്ഷേ ഇവിടെ ഷേക്സ്പിയറിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഷേക്സ്പിയർ ഇവിടെ എൻറ്റയർലി ഒരു യങ് മാനെ കൊണ്ടുവരുവാണ്. ഓക്കെ, ഹി ഈസ് നോട്ട് വർഷിപ്പിംഗ് എ ലേഡി. ഇൻഫാക്ട് നമുക്ക് പറയാൻ പറ്റും ഷേക്സ്പിയറിന്റെ ലേഡി എന്ന് പറയുന്നത് ഷീ ഈസ് നോൺ ആസ് ദി ഡാർക്ക് ലേഡി ഓഫ് സോണറ്റ്സ്. ഓക്കെ, അപ്പോൾ അതൊരു ഏഞ്ചലിക് ഫിഗർ ആയിട്ടല്ല ഷേക്സ്പിയറിന്റെ ഈ പറയുന്ന ഒരു ലേഡി ഫിഗർ വരുന്നത്. പകരം ഷേക്സ്പിയർ ഇവിടെ കൊണ്ടുവരുന്നത് ഒരു ഫെയർ യൂത്തിനെയാണ്, ഒരു യങ് മാനെയാണ് ഷേക്സ്പിയർ ഇവിടെ ആക്ച്വലി കൊണ്ടുവരുന്നത്. ഇവിടെ ഡാർക്ക് ലേഡി ഉണ്ട്, ഒരു തീമായിട്ട് തന്നെ ഡാർക്ക് ലേഡി അല്ലെങ്കിൽ ഒരു ക്യാരക്ടറായിട്ട് ഡാർക്ക് ലേഡി വരുന്നുണ്ട്. പക്ഷേ ദാറ്റ് ക്യാരക്ടറൈസേഷൻ ഓഫ് ദിസ് ഡാർക്ക് ലേഡി ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഫ്രം ദാറ്റ് ഓഫ് പെട്രാർക്ക്, ഡാന്റേ, സിഡ്നി ഓർ എനി ഓഫ് ദീസ് ഫിഗേഴ്സ്. അപ്പം ഷേക്സ്പിയറിന്റെ തീം എന്ന് പറയുന്നത് അത്ര പ്ലേറ്റോണിക് ആയിട്ടുള്ള ഒരു തീമല്ല. ഷേക്സ്പിയറിന്റെ തീംസിൽ വരുന്നത് കൂടുതലും ഹോമോ ഇറോട്ടിസിസം, ലസ്റ്റ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മിസോജിനി, ഇൻഫിഡിലിറ്റി, ഇതെല്ലാം തന്നെ ഷേക്സ്പിയറിന്റെ തീംസ് വർ ഓൾവേസ് കോൺട്രോവേഴ്ഷ്യൽ. അപ്പൊ അവിടെയാണ് ഷേക്സ്പിയറും ഈ പറയുന്ന റൈറ്റേഴ്സും തമ്മിൽ സോണറ്റ്സിൽ കൊണ്ടുവരുന്ന ഡിഫറൻസ് എന്ന്
പറയുന്നത്. So that is what we have to remember. So with few exceptions, Shakespeare's sonnets observe the stylistic form of the English sonnet, the rhyme scheme, the 14 lines, the meter. But Shakespeare's sonnets introduce significant departure of the content. അതുവരെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന സോണറ്റിന്റെ കണ്ടന്റ് മാറ്റർ ആയിരുന്നില്ല ഷേക്സ്പിയർ യൂസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഷേക്സ്പിയർ സോണറ്റ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള കണ്ടന്റ് എന്ന് പറയുന്നത്. ഇനി ബാക്ക് ടു സർട്ടൺ ഫാക്ച്വൽ ഡീറ്റെയിൽസ്. ഷേക്സ്പിയറിന്റെ സോണറ്റ്സിന്റെ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് 1609 പബ്ലിഷ് ചെയ്തിട്ടുള്ള ക്വാർട്ടോയാണ്, വിച്ച് ഈസ് ടൈറ്റിൽഡ് ആസ് ഷേക്സ്പിയർ സോണറ്റ്സ്. ഇതിലാണ് ഷേക്സ്പിയറിന്റെ സോണറ്റ്സ് നമുക്ക് ഒന്നിച്ച് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. അതിൻ്റെ അകത്തുള്ളത് 154 സോണറ്റ്സ് ആണ്. അതിനുശേഷം എ ലവേഴ്സ് കംപ്ലൈന്റ് എന്ന് പറയുന്ന ഒരു ലോങ് പോയം. ഇതൊന്നിച്ചാണ് 1609 ക്വാർട്ടോ ഫോമാറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്.
എന്നുള്ളത്. സോ അതാണ് ഷേക്സ്പിയറിന്റെ സോണറ്റ്സിന്റെ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത്. സോ റിമെമ്പർ ദ പ്രൈമറി സോഴ്സ് ഓഫ് ഷേക്സ്പിയർ സോണറ്റ്സ് ഈസ് എ ക്വാർട്ടോ പബ്ലിഷ്ഡ് ഇൻ 1609. അപ്പൊ നമുക്ക് നേരത്തെ നമ്മൾ കണ്ട സ്റ്റേറ്റ്മെന്റ് രീതിയിലൊക്കെ നമ്മളോട് ചോദിക്കാം. അപ്പൊ ഇതിൽ നമ്മൾ ഓർക്കേണ്ട കാര്യം ഫോളിയോ ആയിട്ടല്ല, ക്വാർട്ടോ ആയിട്ടാണ് പബ്ലിഷ് ചെയ്യുന്നത്. 1609 പബ്ലിഷ് ചെയ്യുന്നത്. അതിന്റെ ടൈറ്റിൽ ഷേക്സ്പീരിയൻ സോണറ്റ്സ് എന്നാണ്. അതിൻ്റെ അകത്ത് ടോട്ടൽ 154 സോണറ്റ്സും പിന്നെ ഒരു ലോങ് പോയമാണ്, എ ലവേഴ്സ് കംപ്ലൈന്റ് എന്ന് പറയുന്ന ഒരു ലോങ് പോയവുമാണ് പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇനി ഇതിൻ്റെ അകത്തുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് ഡെഡിക്കേഷൻ ആണ്. അനദർ കോൺട്രോവേഴ്ഷ്യൽ തിങ് റിഗാർഡിംഗ് ഷേക്സ്പിയർ. ദിസ് ഈസ് ഡെഡിക്കേറ്റഡ് ടു മിസ്റ്റർ WH, ദ ഓൺലി ബിഗറ്റർ ഓഫ് ഷേക്സ്പീരിയൻ സോണറ്റ്സ്. അപ്പൊ WH ഇങ്ങനെയാണ് അഡ്രസ് ചെയ്തേക്കുന്നത്. ടു ദ ഓൺലി ബിഗറ്റർ ഓഫ് ദീസ് എൻസൂയിങ് സോണറ്റ്സ്, മിസ്റ്റർ WH, all happiness and that eternity promised by our ever-living poet, wish the well-wishing adventurer in setting forth by Thomas. TT stands for Thomas Thorpe. അപ്പൊ ഇങ്ങനെയാണ് ഇത് പറയുന്നത്. അപ്പം ദ ഓൺലി ബിഗറ്റർ ഓഫ് ഷേക്സ്പീരിയൻ സോണറ്റ്സ് എന്ന് പറയുന്നത് WH ആണ്. ഈ WH ആരാണ് എന്നുള്ളത് എന്താണ് അത്ര ഉറപ്പുള്ള ഒരു കാര്യമല്ല. അതിൽ വരുന്ന പേഴ്സണാലിറ്റീസ് എന്ന് പറയുന്നത് ഹെൻറി റത്തോസ്ലിയും വില്യം ഹെർബർട്ടുമാണ് മെയിൻ ആയിട്ടും പറയുന്നത്. സോ ഇതിൽ മിസ്റ്റർ WH, ദ ഐഡന്റിറ്റി ഓഫ് മിസ്റ്റർ WH, ഇറ്റ് റിമെയിൻസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ലിറ്റററി മിസ്റ്ററീസ്. ഇതിൽ നമുക്ക് ഒരുപാട് ഹൈപ്പോത്തിസിസും തിയറീസും എല്ലാം ഓക്സ്ഫോർഡ് ഒക്കെ പബ്ലിഷ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ദിസ് ഇസ് റിഗാർഡഡ് ടു ബി വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മിസ്റ്ററീസ് ഓഫ് ലിറ്ററേച്ചർ. ആരാണ് ഈ WH എന്നുള്ളത്? പക്ഷെ അതിന്റെ മോസ്റ്റ് പ്രൊമിനന്റ് നോമിനീസ് എന്ന് പറയുന്നത് ഒന്ന് ഹെൻറി റിത്തോസ്ലി ആണ്. ഹെൻറി റിത്തോസ്ലി എന്ന് പറയുന്നത് ഷേക്സ്പിയറിന്റെ പേട്രൺ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഷേക്സ്പിയർ അത് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ് എന്നൊരു അനുമാനത്തിലാണ് നമ്മൾ എത്തുന്നത്. ആൻഡ് ഹി വാസ് ദി ഏർൾ ഓഫ് സൗത്താംപ്ടൺ. പിന്നെ ഇതിൽ വേറൊരു ഒരു പോസിബിലിറ്റി ഉള്ളത് വില്യം ഹെർബർട്ട് ആണ്, ഹു വാസ് ദി ഏർൾ ഓഫ് പെംബ്രോക്ക്. ഹി വാസ് ഓൾസോ എ പൊട്ടൻഷ്യൽ പേട്രൺ ഓഫ് ഷേക്സ്പിയർ. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കുമാണ് നമ്മൾ നോർമലി പറയുന്നത്. പിന്നെ അതല്ലാതെ ഒരു ക്രിറ്റിസിസവും ഉണ്ട്. ഈ WH എന്ന് പറയുന്നത് വില്യം ഹിംസെൽഫ് എന്നൊരു രീതിയിൽ ഷേക്സ്പിയർ ഒരു പണ്ണായിട്ട് യൂസ് ചെയ്തിട്ടുള്ളതാണ് എന്നുള്ളൊരു ഒരു അനുമാനവും നമുക്ക് ഈ ഒരു രീതിയിലുള്ള ഒരു ഹൈപ്പോത്തിസിസും ഈ WHന്റെ ഐഡന്റിറ്റിയിൽ വരുന്നുണ്ട്. എനിവേ ഈ രണ്ട് പേരുകൾ ഓർക്കുക. പിന്നെ ഇത് പബ്ലിഷ് ചെയ്യുന്നത് TT, ദാറ്റ് ഈസ് തോമസ് തോപ്പ് ആണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ഇദ്ദേഹമാണ് ഈ ഒരു ഡെഡിക്കേഷൻ സൈൻ ചെയ്യുന്നത്, ഇൻഡിക്കേറ്റിംഗ് ഹിസ് റോൾ ഇൻ ബ്രിങ്ങിങ് ദ സോണറ്റ്സ് ടു ദി പബ്ലിക്. അതാണ് TT, ദാറ്റ് സ്റ്റാൻഡ്സ് ഫോർ തോമസ് തോർപ്പ്. അപ്പൊ ഇത്രയും പേരുകൾ ഓർത്തിരിക്കുക. ഇനി നമ്മൾ ഈ സോണറ്റ്സിന്റെ ഡിവിഷൻ നോക്കുവാണെങ്കിൽ നമ്മൾ പറഞ്ഞു 154 സോണറ്റ്സ് ആണ് ടോട്ടൽ ഉള്ളത്. ഇതിനെ ആദ്യം തന്നെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് 1 to 126ഉം 127 to 157ഉം. 1 to 126നെയാണ് നമ്മൾ ഫെയർ യൂത്ത് സീക്വൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. 1 to 126നെയാണ് നമ്മൾ ഫെയർ യൂത്ത് സീക്വൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇതിൽ 1 to 17, അതായത് ഈ 1 to 126നെ നമ്മൾ ഫർദർ ഡിവൈഡ് ചെയ്യുമ്പം ആദ്യത്തെ 17 സോണറ്റ്സ് 1 to 17 സോണറ്റ്സ് ആണ് നമ്മൾ പ്രോക്രിയേഷൻ സോണറ്റ്സ് എന്ന് പറയുന്നത്. കാരണം ഈ സോണറ്റ്സിലെല്ലാം ഷേക്സ്പിയർ is asking this fair youth to procreate so that his beauty will generate to the next generation, or this beauty will be transport to the next generation. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഫെയർ യൂത്തിനോട് പ്രോക്രിയേറ്റ് ചെയ്യാനായിട്ട് ഷേക്സ്പിയർ ആവശ്യപ്പെടുന്ന സോണറ്റ്സ് ആണ് ആദ്യത്തെ 17 സോണറ്റ് എന്ന് പറയുന്നത്. സോ സോണറ്റ് 1 to 17 is known as the procreation sonnets, where the poems urge a young man or fair youth to marry and have children to preserve his beauty and legacy. അതിനുശേഷമുള്ള സോണറ്റ്സ് 18 to 126 എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു ബ്രോഡർ സീക്വൻസ് ആണ്. ഇതും ഫെയർ യൂത്തിനെ തന്നെയാണ് അഡ്രസ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ കൂടുതലും ഫെയർ യൂത്തിന്റെ പ്രോക്രിയേഷനേക്കാൾ കൂടുതൽ പോയറ്റിന് ഫെയർ യൂത്തിനോടുള്ള ഒരു അഡ്മിറേഷൻ, അല്ലെങ്കിൽ എങ്ങനെ പോയറ്റിനെ കൊണ്ട് ഫെയർ യൂത്തിന്റെ ബ്യൂട്ടി നിലനിർത്തിക്കാം ത്രൂ ഹിസ് പോയട്രി, ആ ഒരു അറ്റംപ്റ്റ് ആണ് നമുക്ക് 8 to 126 കാണാനായിട്ട് പറ്റുന്നത്. സോ യു ക്യാൻ ഫൈൻഡ് ദി ഡീപ് അഫെക്ഷൻ, അഡ്മിറേഷൻ, റെസ്പെക്ട് ഓഫ് ദിസ് റൈറ്റർ ടുവേർഡ്സ് ദി ഫെയർ യൂത്ത്. അപ്പൊ അതാണ് നമ്മൾ 1 to 126 എന്ന് പറയുന്നത്. നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. 1 to 17ഉം 18 to 126ഉം. 1 to 17നെയാണ് നമ്മൾ പ്രോക്രിയേഷൻ സോണറ്റ്സ് എന്ന് പറയുന്നത്.
ഇനി 127 to 154 ആണ് ഡാർക്ക് ലേഡി സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, 127 to 152 ബിക്കോസ് ഇവിടുത്തെ ഫോക്കസ് എന്ന് പറയുന്നത് ഫെയർ യൂത്തിനേക്കാൾ കൂടുതൽ ഒരു ഡാർക്ക് ലേഡിയാണ്, അനദർ മിസ്റ്റീരിയസ് ഫിഗർ വെൻ ഇറ്റ് കംസ് ടു ലിറ്ററേച്ചർ. അപ്പോൾ കൂടുതലും ഒരു ഡാർക്ക് ഫിഗറും ആംബിഗ്യുവസ് നേച്ചർ ആയിട്ടാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡാൻറ്റെ പെട്രാക്ക് ഒക്കെ യൂസ് ചെയ്യുന്ന രീതിയിൽ ഒരു ഏഞ്ചലിക് ആയിട്ടല്ല, പക്ഷെ കുറച്ചും കൂടി എന്താ പറയുക, ഒരു ഏർത്ത്ലി ലവ് ആയിട്ടുള്ള കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ഒരു എന്താണ് കൊടുക്കൽ വാങ്ങലൊക്കെയുള്ള ആ ഒരു ടൈപ്പ് ഒരു ലവ് സ്റ്റോറിയാണ് ഇവർ തമ്മിലുള്ള ഒരു അഡ്രസ് ചെയ്തിട്ട് ഷേക്സ്പിയർ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അതാണ് 127 to 152. ഇനി 153 to 154 എന്ന് പറയുന്നത് ലാസ്റ്റ് രണ്ട് സീക്വൻസ് ആണ്. ഇത് നോർമലി ഇതിന്റെ ഒരു എപ്പിലോഗ് ആയിട്ടാണ്, അതായത് ക്യൂപ്പിഡ്സ് ആരോയും ആ ഒരു രീതിയിൽ മിത്തും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന രീതിയിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് ക്യൂപ്പിഡിനെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി യൂസ് ചെയ്യുന്ന രീതിയിലാണ് 153 and 154 പറയുന്നത്. സോ അപ്പോൾ ഇത്രയും ഡിവിഷൻസ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഇതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കുറച്ച് എന്താണ് സോണറ്റ്സ് എന്ന് പറയുന്നത്. സോണറ്റ് 18 ദാറ്റ് ഈസ് ഷാൽ ഐ കമ്പയർ ദീ ടു എ സമ്മേഴ്സ് ഡേ. ഇവിടെയാണ് പ്രോക്രിയേഷൻ അവസാനിച്ചിട്ട് ഷേക്സ്പിയർ അല്ല ദ റൈറ്റർ ഈ പറയുന്ന ഫെയർ യൂത്തിനെ അഡ്മയർ ചെയ്ത് തുടങ്ങുന്നത്. സോ ഇറ്റ് സെലിബ്രേറ്റ്സ് ദി എൻഡ്യൂറിംഗ് ബ്യൂട്ടി ഓഫ് ദി ബിലവഡ് സർപാസിംഗ് ഈവൻ ദി ബ്യൂട്ടി ഓഫ് എ സമ്മേഴ്സ് ഡേ. പിന്നെ സോണറ്റ് 29 എന്ന് പറയുമ്പം വെൻ ഇൻ ഡിസ്ഗ്രേസ് വിത്ത് ഫോർച്യൂൺ ആൻഡ് മെൻസ് ഐസ്. ഇത് കുറച്ചും കൂടി ലവിൻ്റെ ഒരു റിഡംപ്റ്റീവ് പവറിനെ ബേസ് ചെയ്യുന്നതാണ്. പിന്നെ സോണറ്റ് 73 ദാറ്റ് ടൈം ഓഫ് ഇയർ ദൗ മേ ഇൻ മീ ബിഹോൾഡ്. അപ്പോൾ ഇത് ഏജിങ്, ഡെത്ത്, ഇതൊക്കെ ഒരു ബേസിക് തീമായിട്ട് വരുന്ന ഒരു വർക്കാണ്. പിന്നെ സോണറ്റ് 116 ലെറ്റ് മീ നോ ടു ദി മാരേജ് ഓഫ് ട്രൂ മൈൻഡ്സ്. ഓക്കെ, ഇത് ട്രൂ ലവ് അൺചേഞ്ചിങ് ആണ്, അത് എറ്റേണൽ ആണ് എന്നുള്ളൊരു ആ ഒരു തീം അഡ്രസ് ചെയ്യുന്നതാണ് സോണറ്റ് 116. പിന്നെ സോണറ്റ് 130 മൈ മിസ്ട്രസ് ഐസ് ആർ നത്തിങ് ലൈക്ക് ദി സൺ. ഇത് സോണറ്റ് 18 ഒരു എന്താണ് ഓപ്പോസിറ്റ് പോലെയാണ്. ഷാൽ ഐ കമ്പയർ ദീ ടു ദി സമ്മേഴ്സ് ഡേ എന്ന് പറയുന്ന പോലെ മൈ മിസ്ട്രസ് ഐസ് ആർ നത്തിങ് ലൈക്ക് ദി സൺ. അപ്പൊ ആ ഒരു കൺവെൻഷണൽ കമ്പാരിസനെ എല്ലാം ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടുള്ള ഷേക്സ്പിയറിന്റെ ഒരു സോണറ്റ് ആണ് സോണറ്റ് 130 എന്ന് പറയുന്നത്. അപ്പം അതാണ് ഈ സോണറ്റ് 130 വി വിൽ ഗെറ്റ് ആൻ ഐഡിയ അബൌട്ട് ദി റിയലിസ്റ്റിക് അപ്രോച്ച് ഓഫ് ഷേക്സ്പിയർ ടുവേർഡ്സ് ലവ് ആൻഡ് മാരേജ്. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ടും ഇതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് കം ബാക്ക് ടു ദിസ് ക്വസ്റ്റ്യൻ. 2023 ജനുവരിയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ഷേക്സ്പിയർ സോണറ്റ്സ് ഈസ് ഓർ ആർ നോട്ട് ട്രൂ? First one, Shakespeare's 154 sonnets were first published together in a quarto in 1609. നമുക്കറിയാം അതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഷേക്സ്പിയറിന്റെ 154 പോയമും എ ലവേഴ്സ് കംപ്ലൈന്റ് എന്ന് പറയുന്ന ലോങ് പോയവും ഒന്നിച്ച് 154 തോമസ് തോർപ്പ് ആദ്യമായിട്ട് 154 സോണറ്റ്സ് 1609 ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. Shakespeare's sonnets from number 1 to 27 are generally called as procreation sonnets. അല്ല, 1 to 17 ആണ് നമ്മൾ procreation sonnets എന്ന് പറയുന്നത്. So the second statement is incorrect. The rhyme scheme of a Shakespearean sonnet is AB AB CD CD EF EF GG. That is also a correct statement. So അപ്പോൾ ഇതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. 1 to 27 അല്ല, 1 to 17 ആണ്. So the correct answer is 2 only. Option C is the correct answer. ഇനി നമുക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യനും കൂടെ സോണറ്റ്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് നോക്കാം. The rhyme scheme of a Shakespearean sonnet. A B A B C D C D E F E F G G A B B A C D D C E F F E G G A B C D E F G H E F F E H H A B C A A B C A B C A B D D. അപ്പം നമുക്കറിയാം ഷേക്സ്പീരിയൻ സോണറ്റ്സ് എന്ന് പറയുമ്പം അതിൻ്റെ റൈം സ്കീം എന്ന് പറയുന്നത് എ ബി സി ഡി ഇ എഫ് ആൻഡ് ഫോർ ദ കപ്ലെറ്റ് ജി ജി. ഈ ഒരു റൈം സ്കീമാണ് ഫോളോ ചെയ്യുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. ഇതേ രീതിയിൽ തന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് 2020 ഫെബ്രുവരിയിൽ. മിസ്റ്റർ WH ഈസ് മെൻഷൻഡ് ഇൻ കണക്ഷൻ വിത്ത് ഷേക്സ്പിയേഴ്സ്. Mr. WH is mentioned in connection with Shakespeare's. നമുക്കറിയാം സോണറ്റ്സ് തിയേറ്റർ പ്ലേയേഴ്സ് പ്ലേസ്. ദ കറക്റ്റ് ആൻസർ ഈസ് സോണറ്റ്സ്. കാരണം നമ്മളത് ഓൾറെഡി പറഞ്ഞു. WH the only begetter of my
സോണറ്റ്സ് എന്നൊരു രീതിയിലാണ് പറയുന്നത്. അപ്പം ഷേക്സ്പിയറിന്റെ സോണറ്റ്സിന്റെ കോട്ടോ പബ്ലിഷ് ചെയ്ത ഒരു ടൈമിലാണ് WH എന്നൊരു ഡെഡിക്കേഷൻ ആയിട്ട് ഈ ഒരു വർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. സോ WH മെൻഷൻ ചെയ്തേക്കുന്നത് സോണറ്റ്സുമായിട്ട് കണക്ട് ചെയ്താണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, സോണറ്റ്സ്. ദ റൈം സ്കീം ഓഫ് ദി ഇംഗ്ലീഷ് സോണറ്റ്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകരുത്. ഇംഗ്ലീഷ് സോണറ്റ് എന്ന് പറയുന്നത് ഷേക്സ്പീരിയൻ സോണറ്റ് ആണ്. ഓക്കെ, നമുക്ക് പെട്രാക്കിന്റെ സോണറ്റ് വരും, സിഡ്നിയുടെ വരും, സ്പെൻസർ സ്റ്റാൻസ വരും. അപ്പം ആ എല്ലാ റൈം സ്കീമും വരുമ്പം കൺഫ്യൂസ്ഡ് ആകരുത്. ഷേക്സ്പീരിയൻ സോണറ്റ്സിനെയാണ് നമ്മൾ ഇംഗ്ലീഷ് സോണറ്റ്സ് എന്ന് പറയുന്നത്. സോ അപ്പം ആ സെയിം ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പൊ ഇതിൽ കൊടുത്തിട്ടുള്ളതിൽ GG വരുന്നത് നോക്കിയാൽ മതി. AB AB CD CD EF EF GG. So the correct answer is option D. Okay, so that's all about English sonnets or Shakespearean sonnets. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് ഷേക്സ്പീരിയൻ സോണറ്റ്സിനെ കുറിച്ചാണ്. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ ഷേക്സ്പിയറിന്റെ കൂടെ തന്നെ വരുന്ന ഒരു സെപ്പറേറ്റ് പോർഷൻ ആണ് ഷേക്സ്പീരിയൻ സോണറ്റ്സ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഷേക്സ്പീരിയൻ സോണറ്റ്സ് നമ്മൾ നോർമലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പേപ്പർ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ചോദിക്കുന്നത് ഇങ്ങനത്തെ കുറച്ച് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. റൈം സ്കീം, നമ്പർ ഓഫ് പോയംസ് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്, പബ്ലിഷ് ചെയ്തൊരു ഇയർ. എന്നാലും നമ്മുടെ ഒരു എന്താണ് ഫ്യൂച്ചർ റെഫറൻസസിനൊക്കെ വേണ്ടിയിട്ട് ഇപ്പൊ പറഞ്ഞ മെയിൻ ആയിട്ടുള്ള പോയംസും കാര്യങ്ങളും അതിന്റെ ഡെഡിക്കേഷനും കാര്യങ്ങളും ഒക്കെ കൂടി ഒന്ന് ഓർത്തിരിക്കാനായിട്ട് നോക്കുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക് യു.